എലൈറ്റഡ് ഹോമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചാർട്ട് പേപ്പർ കൊണ്ടൊരു ബോളാണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ചാർട്ട് പേപ്പർ, കത്രിക, പശ, കോമ്പസും പെൻസിലും, കുറച്ച് നൂല്, ഒരു ചെറിയ ഈർക്കിൽ കഷ്ണം, പിന്നെ നമുക്ക് ഭംഗി കൂട്ടാനായിട്ട് കളർ പേപ്പറോ ഗിൽറ്റ് പേപ്പറോ ഒക്കെ യൂസ് ചെയ്യാം. ആവശ്യത്തിനുള്ള ചാർട്ട് മാത്രമാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ചാർട്ടിൽ 20 വട്ടം വരയ്ക്കണം. നമുക്ക് ആ ബോളിന് എന്തോരം വലുപ്പം വേണോ അതനുസരിച്ച് വട്ടത്തിന് വരയ്ക്കാം. ഞാനിപ്പോൾ 2 സെന്റിമീറ്റർ റേഡിയസിലാണ് വട്ടം വരയ്ക്കുന്നത്. 20 വട്ടമാണ് വരയ്ക്കേണ്ടത്. കോമ്പസ് യൂസ് ചെയ്ത് വട്ടം വരയ്ക്കുന്നത് നമുക്കതിന്റെ ആ സെന്റർ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വട്ടം വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 20 എണ്ണത്തിനെ വെട്ടി എടുക്കാം. കണ്ടോ, സെന്റർ പോയിന്റ് കിട്ടി. നമുക്ക് ഈ 20 വട്ടത്തിനെ വെട്ടിയെടുക്കാം. സൈഡിലൊന്നും ചരിവൊന്നും ഇല്ലാതെ വേണം വെട്ടിയെടുക്കാനായിട്ട്. വട്ടം വെട്ടിയെടുത്തു. ഇത് നോക്കിയാൽ കാണാം, നമുക്ക് ആ കോമ്പസ് വെച്ച് വരച്ചതുകൊണ്ട് നമുക്ക് ആ സെന്റർ പോയിന്റ് കിട്ടി. അങ്ങോട്ട് വേണം നമ്മളിതിനെ മടക്കാനായിട്ട്. 3 കോണായിട്ട് വരുന്ന രീതിയിൽ 3 സൈഡിൽ നിന്ന് വേണം മടക്കാനായിട്ട്. കറക്റ്റ് സെന്റർ പോയിന്റിൽ കൊണ്ടുവന്ന് അതിനെ ഒട്ടിക്കണം. ഇതാണ് മണ്ട നല്ല കൂർത്ത് കിട്ടും. 3 സൈഡും നമുക്കിങ്ങനെ നല്ല കൂർത്ത് കിട്ടും. ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. ഇതുപോലെ 20 വട്ടവും നമ്മൾ ഇതേ ഒരു ട്രയാങ്കിൾ ഫോമിൽ മടക്കിയെടുക്കണം. നമ്മുടെ എല്ലാം മടക്കിയെടുത്തു കഴിഞ്ഞു. ഇനി നമ്മളിതിനെ നിവർക്കുകയാണ് ചെയ്യുന്നത്. നിവർത്തുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ, അല്ലെ ബോളിന് ആ ഒരു ഭംഗി കിട്ടാനായിട്ടാണ് നമ്മളത് ആ ഒരു ട്രയാങ്കിൾ ഫോമിൽ മടക്കിയെടുത്തത്. നമുക്കിതിനെ 3 സെക്ഷനായിട്ട് നമ്മൾ 3 ഗ്രൂപ്പായിട്ടാണ് വെച്ചിരിക്കുന്നത്. 10 എണ്ണത്തിന്റെ ഒരു സെക്ഷനും 5 എണ്ണം വീതമുള്ള 2 സെക്ഷനുമാണ്. അത് നമുക്ക് എളുപ്പം ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ 3 സെക്ഷനായിട്ട് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ആദ്യത്തെ 5 എണ്ണത്തിനെ നമ്മൾ ഒരു തൊപ്പിയുടെ ഷേപ്പിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. അതിന്റെ ആ കോണ് വരുന്ന രീതിയിൽ വേണം നമ്മളതിനെ ഒട്ടിച്ചെടുക്കാനായിട്ട്. നമുക്ക് കാണാൻ തോന്നുന്നു, ആ കോണ് വരുന്ന രീതിയിൽ നമ്മളതിനെ റൗണ്ടില് ഒട്ടിച്ചെടുക്കുകയാണ്. അതിന്റെ ലെഫ്റ്റ് സൈഡില് പശ തേക്കുക. എന്നിട്ട് അതിനോട് ചേർത്ത് അടുത്തതിനെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, അതിന്റെ മുകൾ വശം നല്ല കൂർത്തായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ബാക്കി 3 എണ്ണം കൂടി ഒട്ടിക്കുക. ആദ്യത്തെ 5 എണ്ണം നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അഞ്ചാമത്തത് ലാസ്റ്റത്തത് 2 സൈഡിലും ഗമ്മ തേക്കുക. അങ്ങനെ ഒട്ടിക്കുക. ഇതുപോലെ നമ്മൾ അടുത്ത 5 എണ്ണം കൂടി ഇതേ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കുക. 2 എണ്ണം നമ്മൾ ഒട്ടിച്ചെടുത്തു. 2 തൊപ്പി പോലെ കിട്ടി. ഇനി നമ്മൾ ബാക്കിയുള്ള 10 പീസുകളായി നമ്മൾ അതിനെ ഒരു ചെയിൻ രൂപത്തിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. അതായത് ഒരെണ്ണത്തിന്റെ കൂർത്ത ഭാഗം വരുന്നു, മറ്റേതിന്റെ വിങ്സ് ഉള്ള ഭാഗമാണ് അതിനോട് മാച്ച് ആയിട്ട് ഒട്ടിക്കേണ്ടത്. ഇനി അടുത്തതിന്റെ കൂർത്ത ഭാഗം, ഓൾട്ടർനേറ്റ് ആയിട്ട് ആ ഒരു കൂർത്ത ഭാഗം പിന്നെ വിങ്സ് ഉള്ള ഭാഗം അങ്ങനെ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. അങ്ങനെ നമ്മൾ 10 എണ്ണത്തിനെയും ഒരു ചെയിൻ രൂപത്തിൽ ഒട്ടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് കൂർത്ത ഭാഗം കണ്ടോ, ഒരു കൂർത്ത ഭാഗം ഒരു മിക്സ് ഉള്ള ഭാഗം അങ്ങനെയാണ് ഇരിക്കുന്നത്. ഒന്ന് ഇടകലർത്തിയാണ് ഒട്ടിച്ചിരിക്കുന്നത്. ആ ഷേപ്പ് കണ്ടാൽ അറിയാം. ഇനി നമ്മൾ അതിനെ ഒന്ന് റൗണ്ടില് 2 അതിന്റെ അറ്റം തമ്മിൽ ജോയിൻ ചെയ്യുവാണ്. ഒട്ടിച്ചു കിട്ടി. നമുക്കൊരു ബോളിന്റെ നടുഭാഗം കിട്ടി. അങ്ങോട്ട് നമ്മൾ ഇനി ആദ്യം ഉണ്ടാക്കിയ 5 എണ്ണം വെച്ചിട്ടുള്ള ആ ക്യാപ്പ് പോലത്തെ അതിനെ ഒട്ടിച്ചു കൊടുക്കാം. ഒരു സൈഡില് അതിനെ ഒട്ടിച്ചു, മറു സൈഡില്
തോൽപ്പിച്ച് നമ്മുടെ ബോൾ കംപ്ലീറ്റ് ആയി. അതിന് ഇച്ചിരി ഭംഗി കൂട്ടാൻ നമ്മൾ ഇച്ചിരി തിളക്ക പേപ്പർ കൂടി ഒട്ടിക്കുവാണ്. തിളക്കം കൂടെ ആകുമ്പോൾ ഇച്ചിരി ഗ്ലോ കിട്ടും. ബോൾ റെഡി. നമുക്കിതിനെ നൂലിലൊക്കെ തൂക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് നൂലെടുക്കുക. അതിൻ്റെ ഒരറ്റത്ത് ചെറിയ ഇർക്കിലി കഷ്ണം കെട്ടുക. ഈ ബോളിൽ ജോയിൻ ചെയ്ത പോർഷനിൽ ഹോള് കാണും. അതിലേക്ക് ഈർക്കിൽ നീട്ടി ഈർക്കിൽ അങ്ങോട്ട് ഇറക്കുക. അപ്പം നമുക്കത് നന്നായിട്ട് നമുക്കിവിടെ റൂമിലൊക്കെ തൂക്കിയെടുക്കും. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.